അപ്പോൾ ഇന്ന് നമ്മളൊരു റൈറ്റിംഗ് റിവ്യൂ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. 150 മുതൽ 300 വരെ നമുക്കിതിൽ ഏൺ ചെയ്യാൻ പറ്റും ഒരു റിവ്യൂവിന്. അപ്പോൾ 150 നമുക്ക് എക്സ്ട്രാ ഏൺ ചെയ്യണമെങ്കിൽ നമ്മൾ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യേണ്ടിയിട്ട് വരും. കണ്ടോ, അതിൻ്റെ ടേംസും കാര്യങ്ങളും കണ്ടീഷനൊക്കെ ആദ്യം തന്നെ നിങ്ങൾ വായിച്ചു കൊടുക്കുക. നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ അവർ കൊടുത്തിരിക്കുന്ന കുറച്ച് ലൊക്കേഷനുണ്ട്, അത് മാത്രമേ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് നമ്മൾ ഹൈദരാബാദ് സിറ്റിയാണ് നമ്മൾ അടിച്ചു കൊടുക്കുന്നത് കേട്ടോ. അത് നമ്മൾ ഹൈദരാബാദ് സിറ്റി അടിച്ചു കൊടുക്കുക. അതിൻ്റെ ലൊക്കാലിറ്റീസ് എവിടെയാണ് എൻ്റെ സൊസൈറ്റി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ തന്നെ നമ്മൾ ഹൈദരാബാദ് അടിക്കുമ്പോൾ ഒരുപാട് ലൊക്കാലിറ്റി നമുക്ക് കിട്ടും. അപ്പോൾ അത് നമുക്ക് സെലക്ട് ചെയ്യുക. ഏത് വേണമെങ്കിലും അത് നിങ്ങളുടെ ഇഷ്ടം പോലെയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഫസ്റ്റ് കണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഹൈദരാബാദ് അടിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്കുണ്ടോ ഫസ്റ്റ് പേജ് KPHP എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതാവട്ടെ കൊടുക്കുന്നത്. ഹൈവേ ഹൈദരാബാദ് അത് നമ്മൾ ലൊക്കാലിറ്റി അടിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്കതായിട്ട് വരും നിങ്ങൾ എന്തായിട്ടാണ് ഇവിടെ താമസിച്ചിരുന്നതാണോ റിയൽ എസ്റ്റേറ്റ് ആണോ. അപ്പോൾ നമ്മൾ ടീനൻ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ എത്ര നാൾ ഇവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ 3 years ഞാൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ നെയിം കൊടുക്കുക. അതിനുശേഷം നമുക്ക് പ്രൊസീഡ് ചെയ്യാം. ഇനി നമ്മളിതിൽ അവരുടെ റേറ്റിങ്ങും കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുക കേട്ടോ. റേറ്റിങ്ങും കാര്യങ്ങളും കൊടുത്തതിന് ശേഷം നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ലൊക്കാലിറ്റി ഇഷ്ടപ്പെടുന്നതെന്നുള്ള പോസിറ്റീവായിട്ടുള്ള കുറച്ച് റൈറ്റ്സ് ഇവിടെ എഴുതേണ്ടി വരും. അപ്പോൾ നമുക്ക് എന്താ റൈറ്റ് ചെയ്യാൻ അറിഞ്ഞുകൂടാത്തവരൊക്കെ ആണെങ്കിൽ നമ്മൾ നേരെ പോവുക, ലൊക്കാലിറ്റി ഒന്ന് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്ത് നമുക്ക് ലൊക്കാലിറ്റി കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ ക്രോം ബ്രൗസർ എടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. പ്ലേസ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ പേസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അതൊന്ന് കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. അത്രേ ഉള്ളൂ കേട്ടോ പരിപാടി. ക്രോം ബ്രൗസർ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അതിൽ നമ്മൾ ഈ ലൊക്കാലിറ്റി ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് റിവ്യൂ ചെയ്തിട്ടുള്ളവരുണ്ടാകും. അതുപോലെ കോപ്പി ചെയ്യാനല്ല പറഞ്ഞത്, അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയിട്ട് ഉണ്ടോ നമ്മളിപ്പോൾ ചെയ്യുന്ന ആ ഒരു സൈറ്റിൻ്റെ തന്നെ നമ്മൾ നോക്കിയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് കണ്ടോ അതിൽ നെഗറ്റീവ് പോസിറ്റീവായിട്ടുള്ള കമൻറ്റ് പറയുന്നുണ്ട്. കണ്ടോ, ഇറ്റ്സ് വെരി ക്ലോസ് ടു ഷോപ്പിംഗ് മാൾസ്, റെസ്റ്റോറൻറ്റ്, ഹോസ്പിറ്റൽസ് കണ്ടോ എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ കുറച്ച് ഒരു 101 വേർഡ്സ് വരെ കുറയാതെ നമ്മളൊരു അതിൻ്റെ പോസിറ്റീവ് കമൻറ്റ് നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ റൈറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നമ്മളിവിടെ അടുത്ത് തന്നെയായിട്ട് നൈസ് പ്ലേസ് ആണ്, നൈസ് സിറ്റിയാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് എന്താ പറയുക ട്രാൻസ്പോർട്ടേഷൻ, അതുപോലെ തന്നെ ഓട്ടോ ക്യാബ്സൊക്കെ നമുക്ക് കിട്ടാനൊക്കെ നല്ല അവൈലബിൾ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറച്ച് വേർഡ്സ് ഞാൻ റൈറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്യുക, അത്രേ ഉള്ളൂ. നമ്മൾ റൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിവിടെ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ താഴെ സെലക്റ്റും ചെയ്യണം. നോക്കിയിട്ട് വേണം സെലക്ട് ചെയ്യാൻ. നമ്മൾ എന്താണ് കൊടുത്തിട്ടുള്ളത് അത് മാത്രമേ നമ്മൾ എന്താണോ നമ്മൾ റൈറ്റ് ചെയ്തത് അത് മാത്രമേ നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ കേട്ടോ. അതാണ് ഇതിൽ ഫസ്റ്റ് പറയുന്ന കണ്ടീഷൻ. അതാണ് അവർ ഫസ്റ്റ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിനി നോക്കുന്നതെന്ന് വെച്ചാൽ എന്താണ് നെഗറ്റീവായിട്ടുള്ള കമൻറ്റ് അവർ റൈറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ്. അപ്പോൾ നമ്മളത് പോയിട്ട് നോക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിൽ ഇതിൽ വന്ന് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാനല്ല പറയുന്നത്, നമ്മുടെ രീതിയിൽ റൈറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, ഞാൻ അതിൽ നോക്കിയിട്ട് എനിക്ക് കുറച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കിട്ടി. അത് ഞാൻ നെഗറ്റീവ് എൻ്റെ രീതിയിൽ റൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ റൈറ്റ് ചെയ്ത എന്തൊക്കെ ഇഷ്യൂസാണ് അതാണ് ഞാൻ താഴെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അത് നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക. അവർ ഈ റൈറ്റ് ചെയ്തതിനേയും കാട്ടിൽ ഫസ്റ്റ് ശ്രദ്ധിക്കുന്നതും നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന സെലക്റ്റഡ് ആയിട്ടുള്ള പോയിൻറ്റ്സാണ്. ആ പോയിൻറ്റ്സുകളാണ് അവർ ഫസ്റ്റ് ആദ്യമായിട്ട് അവർ ക്ലിയർ ആയിട്ട് വാച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ അത് മസ്റ്റായിട്ട് ശ്രദ്ധിച്ച് വേണം ഇവിടെ റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് കുറച്ച് ഇഷ്യൂസ് ഞാൻ റൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഞാൻ താഴെയായിട്ട് അത് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 ഫോട്ടോസാണ്. അതും കൂടെ ആഡ് ചെയ്താൽ മാത്രമേ നമുക്ക് 150 കൂടെ എക്സ്ട്രാ കിട്ടത്തുള്ളൂ. അതായത് റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 150, ഫോട്ടോസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 150, അങ്ങനെ 300 രൂപയാണ് നമുക്ക് ഒരു റിവ്യൂവിന് കിട്ടുന്ന റേറ്റ്.
ഇതിന് നമ്മൾ പോയി ക്രോം ബ്രൗസറിൽ പോയി സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് ഇമേജസ് കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ വ്യത്യസ്തമൊക്കെ വരുത്തിയതിന് ശേഷം മാത്രം ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇവർ പറയുന്ന ടൈമെന്ന് വെച്ച് കഴിഞ്ഞാൽ 7 days, ചിലപ്പോൾ 1 month വരെ ആവാറുണ്ട്. പക്ഷേ പേയ്മെൻറ്റ് പക്കാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ബയോയിൽ എൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി അടുത്ത് കാണുന്നവരെ സൈനിങ് ഓഫ്. ബൈ ബൈ.